വൈറ്റ് E4 കളിച്ചുകൊണ്ട് കേന്ദ്രം നിയന്ത്രിക്കാനും ബിഷപ്പിനും ക്വീനിനും വഴി തുറക്കാനും ശ്രമിക്കുന്നു. ബ്ലാക്കും E5 കളിച്ച് കേന്ദ്രത്തിൽ തുല്യ നിയന്ത്രണം സ്ഥാപിക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് വികസിപ്പിച്ച് ബ്ലാക്കിന്റെ F7 സ്ക്വയറിനെ ലക്ഷ്യമിടുന്നു. ബ്ലാക്ക് നൈറ്റ് വികസിപ്പിച്ച് E4 പാവിന് നേരെ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. വൈറ്റ് D3 കളിച്ച് E4 പാവിനെ സംരക്ഷിക്കുകയും ബിഷപ്പിന് വഴി തുറക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് രണ്ടാമത്തെ നൈറ്റും വികസിപ്പിച്ച് കേന്ദ്ര നിയന്ത്രണം ശക്തമാക്കുന്നു. വൈറ്റ് നൈറ്റിനെ വികസിപ്പിച്ച് കേന്ദ്രത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് കൊണ്ടുവന്ന് ആക്രമണാത്മക നിലപാട് സ്വീകരിക്കുന്നു. വൈറ്റ് നൈറ്റ് G5ലേക്ക് ചാടി F7 സ്ക്വയറിന് നേരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് സുരക്ഷിതമായി കിങ്സൈഡ് കാസിൽ ചെയ്യുന്നു. വൈറ്റും കാസിൽ ചെയ്ത് രാജാവിനെ സുരക്ഷിതമാക്കുന്നു. ബ്ലാക്ക് H6 കളിച്ച് നൈറ്റിനെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഇത് ചെറിയൊരു സമയനഷ്ടമാണ്. വൈറ്റ് നൈറ്റിനെ സുരക്ഷിതമായി തിരികെ F3യിലേക്ക് മാറ്റുന്നു. ബ്ലാക്ക് D6 കളിച്ച് കേന്ദ്രത്തെ ഉറപ്പിക്കുകയും ബിഷപ്പിന് വഴി തുറക്കുകയും ചെയ്യുന്നു. വൈറ്റ് മറ്റൊരു നൈറ്റും വികസിപ്പിച്ച് കേന്ദ്ര നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ നൈറ്റിനെ ക്വീനുമായി പിൻ ചെയ്യുന്നു. വൈറ്റ് H3 കളിച്ച് ബിഷപ്പിനോട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ സുരക്ഷിതമായി H5ലേക്ക് പിൻവലിക്കുന്നു. വൈറ്റ് നൈറ്റിനെ E2ലേക്ക് മാറ്റി പുതിയ ആക്രമണ പദ്ധതിക്ക് തയ്യാറെടുക്കുന്നു. ബ്ലാക്ക് A6 കളിച്ച് ക്വീൻസൈഡിൽ സ്ഥലം നേടാൻ ശ്രമിക്കുന്നു. വൈറ്റ് നൈറ്റ് G3യിലെത്തി ബിഷപ്പിനും കേന്ദ്രത്തിനും നേരെ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് നൈറ്റിനെ വെട്ടി വൈറ്റിന്റെ ഒരു പ്രധാന ആക്രമണ പീസ് മാറ്റുന്നു. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചുവെട്ടി കേന്ദ്രത്തിൽ ശക്തമായ സ്ഥാനം നേടുന്നു. ബ്ലാക്ക് നൈറ്റിനെ D4ലേക്ക് ചാടി ക്വീനിനെയും പ്രധാന സ്ക്വയറുകളെയും ആക്രമിക്കുന്നു. വൈറ്റ് ക്വീനിനെ സുരക്ഷിതമായി D1ലേക്ക് പിൻവലിക്കുന്നു. ബ്ലാക്ക് B5 കളിച്ച് ക്വീൻസൈഡിൽ ആക്രമണം ആരംഭിക്കുകയും ബിഷപ്പിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. വൈറ്റ് C3 കളിച്ച് നൈറ്റിനെ ചോദ്യം ചെയ്യുകയും കേന്ദ്രം ശക്തമാക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് പാവ് ഉപയോഗിച്ച് C4ലെ ബിഷപ്പിനെ വെട്ടുന്നു. ഈ നീക്കം ഒരു പീസ് നേടുന്നുവെന്ന് തോന്നുമെങ്കിലും കേന്ദ്രം തുറക്കുന്നതിനാൽ വൈറ്റിന് ശക്തമായ പ്രത്യാക്രമണത്തിന് അവസരം ലഭിക്കുന്നു. വൈറ്റ് C പാവ് ഉപയോഗിച്ച് D4ലെ നൈറ്റിനെ വെട്ടുന്നു. ഇതോടെ കേന്ദ്രം തുറക്കപ്പെടുകയും വൈറ്റിന്റെ പീസുകൾ കൂടുതൽ സജീവമാവുകയും ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് തിരിച്ചുവെട്ടി കേന്ദ്രത്തിൽ ശക്തമായ സ്ഥാനം പിടിക്കുന്നു. ഇപ്പോൾ വൈറ്റ് D പാവ് ഉപയോഗിച്ച് C4ലെ ബ്ലാക്കിന്റെ പാവിനെ വെട്ടുന്നു. ഇതോടെ കേന്ദ്രത്തിലെ നിയന്ത്രണം ശക്തമാകുകയും D5ൽ കൂടുതൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു. 5 കളിച്ച് ക്വീൻസൈഡിൽ ആക്രമണം തുടങ്ങാൻ ശ്രമിക്കുന്നു. വൈറ്റ് നൈറ്റ് F5ലേക്ക് ചാടി ബ്ലാക്കിന്റെ രാജാവിനും ബിഷപ്പിനും നേരെ ശക്തമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ സുരക്ഷിതമായ C5ലേക്ക് മാറ്റുന്നു. വൈറ്റ് ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് രാജാവിന്റെ ഭാഗത്ത് ആക്രമണം ശക്തമാക്കുന്നു. ബ്ലാക്ക് നൈറ്റ് ക്വീനെ വെട്ടി വലിയ മെറ്റീരിയൽ നേട്ടം നേടുന്നു. വൈറ്റ് H പാവ് ഉപയോഗിച്ച് നൈറ്റിനെ തിരിച്ചുവെട്ടുന്നു. ക്വീൻ നഷ്ടപ്പെട്ടെങ്കിലും ആക്രമണം അവസാനിച്ചിട്ടില്ല. ബ്ലാക്ക് റൂക്കിനെ E5ലേക്ക് കൊണ്ടുവന്ന് പ്രതിരോധം ശക്തമാക്കുന്നു. വൈറ്റ് G3 കളിച്ച് രാജാവിന്റെ ചുറ്റുമുള്ള സ്ക്വയറുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. അതോടൊപ്പം H5ൽ ആക്രമണം തുടരുമെന്ന ലക്ഷ്യത്തോടെ പാവിന്റെ ഘടനയും ശക്തിപ്പെടുത്തുന്നു. ബ്ലാക്ക് ക്വീനെ B8ലേക്ക് മാറ്റി പ്രതിരോധത്തിലും തിരിച്ചാക്രമണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വൈറ്റ് രാജാവിനെ G2വിലേക്ക് മാറ്റി കൂടുതൽ സുരക്ഷിതമാക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വീണ്ടും കേന്ദ്രത്തിലേക്ക് എത്തി സജീവമാകുന്നു. വൈറ്റ് റൂക്ക് B1ലേക്ക് മാറ്റുന്നു. ഇതിലൂടെ B2 പാവിന് ശക്തമായ സംരക്ഷണം നൽകുകയും ബ്ലാക്കിന്റെ ക്വീൻസൈഡ് ആക്രമണം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് ക്വീൻ B4ലെത്തി വൈറ്റിന്റെ സ്ഥാനത്ത് സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. വൈറ്റ് റൂക്കിനെ H5ലേക്ക് കൊണ്ടുവന്ന് രാജാവിന് നേരെയുള്ള ആക്രമണം ആരംഭിക്കുന്നു. ബ്ലാക്ക് രാജാവിനെ F8ലേക്ക് മാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വൈറ്റ് G5 കളിച്ച് രാജാവിന്റെ പ്രതിരോധം തകർക്കാൻ ശ്രമിക്കുന്നു. ബ്ലാക്ക് H5 കളിച്ച് ആക്രമണം തടയാൻ ശ്രമിക്കുന്നു. വൈറ്റ് റൂക്ക് H5ലെ പാവിനെ വെട്ടി H5ൽ പൂർണ്ണമായി തുറക്കുന്നു. ബ്ലാക്ക് G6 കളിച്ച് അവസാന പ്രതിരോധമൊരുക്കുന്നു. അവസാനം വൈറ്റ് റൂക്ക് H8ലെത്തി ചെക്ക്മേറ്റ്. ക്വീൻ നഷ്ടമായിട്ടും കൃത്യമായ ആക്രമണത്തിലൂടെ വൈറ്റ് അതിമനോഹരമായ വിജയം സ്വന്തമാക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അഭിപ്രായം കമന്റായി അറിയിക്കൂ. കൂടുതൽ ചെസ് പാഠങ്ങൾക്കായി ചെക്ക്മേറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.